ഇപ്പം എല്ലാവരും ഒരുപാട് പേര് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, അച്ഛനും അമ്മയും. പലപ്പോഴും കുഞ്ഞിന് അവന് അർഹിക്കുന്ന അല്ലെങ്കിൽ അവൾ അർഹിക്കുന്ന സമയം കൊടുക്കാൻ ഇവർക്ക് പറ്റാറില്ല. കാരണം അവർക്ക് അവരുടെ കരിയറും ബിൽഡ് ചെയ്യണമല്ലോ, നല്ലൊരു ലൈഫും കുട്ടിക്ക് കൊടുക്കണമല്ലോ. അതെനിക്ക് തോന്നുന്നൊരു വലിയ കൺസേൺ തന്നെയാണ്. ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റിൻ്റെ വാലയെ പിടിച്ചുള്ള ആൻസർ ആയത്. പഴയ പേരൻസും ഇപ്പോൾ ഉള്ള പേരൻസും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പഴയ പേരൻസിന് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പഴയ ഒരു ഇപ്പം എൻ്റെയൊക്കെ നമ്മുടെ പേരൻസിൻ്റെ ഒരു ഏജ് ആലോചിച്ച് നോക്കും, 65, 70. യെസ്. അതിൽ എത്ര സ്ത്രീകൾ പഠിച്ചിട്ടുണ്ട്, എത്ര സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് എല്ലാ സ്ത്രീകളും പഠിക്കുന്നുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പം മെന്നിനെ പോലെ തന്നെ നമ്മുടെയും കരിയർ, നമ്മുടെയും ഡ്രീംസ്, നമ്മുടെയും ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനതിന് ഓക്കെയാണ്. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അഡൾട്ട്സ് ആയിട്ടാണ് ബേബി ഉണ്ടാവുന്നത്. ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് ഞാൻ സമ്മതിക്കും, റേപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയൊരു പ്രേമത്തിലുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിൽ കോൺഷ്യസ് ഡിസിഷൻ ആവണം പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം, പിന്നെ നിങ്ങൾ എന്തിനാണ് പേരൻറ്റിങ് ചെയ്യാൻ പോണേ? പേരൻറ്റിങ് എന്ന് പറയുന്നത് എന്താ പറയണേ, 24/7. ഞാനിപ്പോൾ ഇവിടെ മീരയുടെ അടുത്താണ് ഇരിക്കുന്നത്, ബട്ട് ദെൻ ഇവിടുത്തെ ഇറങ്ങി ഞാൻ ആദ്യം ഇരിക്കാൻ എന്തായിരിക്കും ചെയ്യാൻ? എൻ്റെ മക്കളെ നോക്കായിരിക്കില്ലേ ചെയ്യുക? അതെ. സോ വേറെവർ യു ഗോ, യു ക്യാരി ദം വിത്ത് യു. എവിടെ പോയാലും, അല്ലാതെ ഇങ്ങനെ സ്വിച്ചിട്ട് പോലെ മുറിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇത് അവരവരുടെ കാലിൽ നിൽക്കുന്നവരെ നമ്മൾ നിങ്ങൾക്ക് അത്രയും സമയമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നേ? അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി. അതൊക്കെ ഞാൻ പറയണ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ്സ് യുവർ ചൈൽഡ് ആൻഡ് ഇഫ് സംതിങ് ഹാപ്പൻസ് യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അന്ന് പറയുമ്പോഴും ശരിയാവില്ല. ഇവിടെ ഇപ്പോൾ അമ്മൂമ്മയുടെ എന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രണ്ട്, ഐ വിൽ സേ ദാറ്റ് ലൈക്ക് ദാറ്റ്, ഒരു ഫ്രണ്ട്, അയാളുടെ മമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അയാളുടെ ഒറ്റ മോളാണ്. ഓക്കെ. സോ ഹെർ മമ്മ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞു ഇതാക്കാൻ വേണ്ടിയിട്ട്. പുള്ളി, അയ്യോ മൈ ഗോഡ്, ഷീ ഈസ് ഇൻ എ വെരി ബിഗ് പൊസിഷൻ. പുള്ളിക്കാരത്തി വന്നു, ഇങ്ങനെ ദേ ഹാഡ് എ ബേബി, പ്രസവിച്ചു. അന്നത്തെ ദിവസം നൈറ്റ് ഫ്ലൈറ്റിന് ഷീ വെന്റ്. കൊളസ്ട്രോൾ പോലും കൊടുത്തില്ല. ഷീ നെവർ വാണ്ടഡ് ഇറ്റ്. ഞാൻ ആരെയാണ് ഇവിടുത്തെ കുറ്റം പറയാൻ ആരെയും ഇല്ല, പക്ഷെ അമ്മയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ പക്ഷേ ആ കുട്ടിക്ക് 8 വയസ്സായി ആൻഡ് ദ ഗ്രാൻഡ് മദർ ഇസ് ട്രബിളിങ് വിത്ത് ദ ചൈൽഡ്. എന്നിട്ട് എന്നെ എപ്പോഴും വിളിക്കും, മോളെ നീ ഒന്ന് അവളെ വിളിച്ച് പറയും. ഞാനെല്ലാം കേൾക്കും, ജസ്റ്റ് വെൻറ്റ് ഔട്ട് സെഷൻ പോലെ. ഐ വിൽ ജസ്റ്റ് ഹിയർ ഇറ്റ്. ഐ ഷുഡൻറ്റ് സേ ഇറ്റ് അല്ലേ, കാരണം ഷീ നെവർ വാണ്ടഡ് ഇറ്റ്. ബട്ട് ദെൻ ഓൾസോ ഇതിൻ്റെ തലവേദന അയാൾക്കല്ലേ വരൂ. എവറിബഡി, ആ സ്കൂളിലെ ആൾക്കാരാണെങ്കിലും ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിലും, അങ്ങനെ അമ്മയില്ലല്ലോ, അമ്മ പോയേക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അമൃത, ഈ ജനറേഷൻസ് കഴിയുന്തോറും ഈ അമ്മയും അച്ഛനും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് ഭീകരമായിട്ടും കുറയുന്നതായിട്ടുമല്ലോ അമൃതയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാഴാറ്റൂരിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അത് റിലേഷൻഷിപ്പ് ഒരാളുടെ വീട്ടിൽ വന്നിട്ടാണോ എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ ആ അച്ഛനെ കുറിച്ച് പറയുന്ന പോലെ ഇപ്പം അങ്ങനെ ഞാൻ അച്ഛനാണ്, എൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. ദേ ആർ മോർ ഓപ്പൺ, കുറച്ചുകൂടിയൊക്കെ ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്സ് ആണെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്, കുറച്ചും കൂടി ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ തന്നെ മക്കളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പേരൻറ്റ് കുറേ മക്കളെ കാണുന്ന കൊണ്ട് പറയാം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. ദേ ആർ ട്രൈങ് ടു എന്താ പറയുക ഇവോൾവ്. ബട്ട് ദെൻ ദ സ്ട്രഗിൾ ഇസ് ഗ്രാൻഡ് പാരൻസ് ഒരിക്കലും നമ്മുടെ ഏജിലുള്ള ആൾക്കാരെ അഡൾട്ടായിട്ട് കാണുന്നില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പോഴും നമ്മളെ പാരൻറ്റിനോണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയോട് ഒരു കാര്യം പറയുമ്പോഴത്തേനും നീ എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നീ മിണ്ടരുത് നിൽക്കടാ, അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ കയറി പറയും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഇഷ്യൂസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ വൈഫില്ല മീൻസ് വൈഫ് ജോലിയായിട്ട് പുറത്താണുള്ളത്, അച്ഛനാണ് കുട്ടീനെ നോക്കുന്നത്. അപ്പോൾ ദേ ആർ സ്റ്റേയിങ് വിത്ത് ദെയർ വൈഫ്സ് പേരൻസ്. അപ്പോൾ അയാളുടെ ഒരു വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ, മാം ഞാനൊരു കാര്യം വേണ്ട പറഞ്ഞാൽ അച്ഛനത് അപ്പം തന്നെ ചെയ്തു കൊടുക്കും. ആൻഡ് ഫോർ ഹിം ഹീ ഈസ് സ്റ്റേയിങ് ഇൻ ഹെർ ഫാമിലി. പെൺകുട്ടി ആയതുകൊണ്ട് ഹീ പ്രിഫർ ടു സ്റ്റേ ഇൻ അമ്മാസ് ഹൗസ്, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ സ്ട്രഗിൾസാണ് കൂടുതലുള്ളത്, അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇല്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ജെൻസി, ആൽഫ, ബീറ്റ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ആൽഫ വരെയുള്ള കുട്ടികളൊക്കെ കുറച്ചും കൂടി അവർ ഇമോഷണലി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലംസ് സോൾവിങ് ഒക്കെ കുറച്ചും കൂടി ഇതാണ്. ദേ സ്പീക്ക് അപ്പ്. നമ്മളെപ്പോലെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന മറ്റേ സർവം സഹയായ അങ്ങനെയില്ല. അവർ പറയും. അല്ലെങ്കിൽ അവർ വളരെ പിന്നെ ഹൈപ്പർ ആക്റ്റീവ് കിഡ്സ് ആയിട്ട് അവർ ആ ബിഹേവിയർ അത് പുറത്ത് കൊണ്ടുവരും. സോ ഇൻ എ വേ ഓർ ദി അതർ അത് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുണ്ട്. അമൃത ഇപ്പം പറയുന്ന പല കാര്യങ്ങളിലും പേടിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ഈ ഒരു സോ കോൾഡ് 90s കിഡ്സ് ഒക്കെ കുട്ടികൾ വേണ്ടാന്നിപ്പം വയ്ക്കുന്നുണ്ട്. ദർ ഇസ് എ സിസ്റ്റം കോൾഡ് ഡിങ് ഇൻ വെസ്റ്റേൺ കൺട്രീസ്, ഡബിൾ ഇൻകം നോ കിഡ്സ്.
ഇതിൽ വിശ്വസിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ്, ഇതൊരു ബാരിയറാണ്, നമുക്കൊരു വലിയൊരു ചാലഞ്ചാണ് ഇവരെ വളർത്തുക. അപ്പോൾ എന്തിനാണ് കുട്ടികളുള്ളിൽ പട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ, പെറ്റ്സുമായിട്ട് നടക്കുന്നവരുണ്ട്. സോ ശരിക്കും അങ്ങനെ കുട്ടികളെ വളർത്തുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണോ അമൃത? ഇഷ്ടമായി ചെയ്യുവാണെങ്കിൽ, മനസ്സറിഞ്ഞ് ഇവോൾവ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ഇറ്റ്സ് നോട്ട് ലൈക്ക് എൻ ഇമ്പോസിബിൾ ടാസ്ക്, ബട്ട് ഇറ്റ് ഈസ് എ ടഫ് ടാസ്ക്. കാരണം എവറി ബിറ്റ്, എവറി മൊമെൻറ്റ് യു ആർ ഫെയിലിംഗ്, എവറി സെക്കൻഡ് നമ്മൾ പഠിക്കുകയാണ്. നമ്മളെ തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ ഉലയിൽ ശോധന ചെയ്യണ പറഞ്ഞ പോലെയാണ് ഇത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയണത്. സംബഡി ഐ എം ട്രൈങ് ടു പ്രാക്ടീസ് എവറിത്തിങ് ഐ എം റീച്ചിങ്. അപ്പോൾ എനിക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ മടുത്തു പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഐ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം, ഇതാണ് ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ദെൻ ഓൾസോ ദിസ് ഇസ് നോട്ട് വർക്കിംഗ്, അപ്പോൾ ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ദേ വിൽ ബി ലൈക്ക് യു നോ നോട്ട് നൗ, ദേ വിൽ സേ ദാറ്റ്. അപ്പോൾ ഐ ടേക്ക് ഒരു പോസ് എടുക്കും, ഐ ടേക്ക് എ പോസ്, ഐ ഗിവ് ദം ടൈം, ദെൻ അവിടെ തന്നെ ഞാൻ ഇരിക്കും, ഐ വോണ്ട് ലീവ്. 2 മിനിറ്റ് വേണ്ട, അതിന് മുമ്പ് വരും, അമ്മ ദ പ്രോബ്ലം വാസ് നോട്ട് ദിസ്, പ്രോബ്ലം വാസ് ദിസ്. ദാറ്റ്സ് ഹൗ ഐ ലേൺ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ദെൻ വൈ ഡു യു ഗെറ്റ് ഇൻ ടു ദിസ്? അതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളിതൊന്നും ആലോചിച്ചില്ല, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. പേരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ ബ്യൂട്ടി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം. യുവർ ചൈൽഡ് ഇസ് 40 years old, നൗ യു ആർ 80, യു അണ്ടർസ്റ്റാൻഡ് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇന്ന് മുതൽ നിങ്ങളുടെ പേരൻറ്റിങ് ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതിയെന്നേ, വേറൊന്നും നിങ്ങൾ ആനക്കാര്യം ചെയ്യണ്ട. ഇത് അങ്ങനെ മറ്റേ ബാലികേറ മലയൊന്നുമല്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ നമ്മൾ ആക്ച്വലി ഒന്നും അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണ്ട, അവരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്, ABCD പഠിപ്പിക്കും, വായിക്കാൻ പഠിപ്പിക്കും, എഴുതാൻ പഠിപ്പിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻ്റലിജൻസ്, സംതിങ് ഇൻസൈഡ് ദ ബ്രെയിൻ, ദാറ്റ് ഇസ് വാട്ട് ദേ ആർ പ്രോൺ വിത്ത്. നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ ജസ്റ്റ് അവരായി വിടുക. പക്ഷെ ദർ ഇസ് എ ഫ്രെയിം വർക്ക്, അതിലേക്ക് നമ്മൾ അങ്ങനെ അല്ല കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, റെസ്പെക്റ്റ് പഠിപ്പിക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. യു ഡു ലീവ് ദ, എന്താ ചെയ്യേണ്ടത് അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്കത് കിട്ടും. അല്ലാതെ അവരങ്ങനെ വലിയ മറ്റേ ഡൈനോസേഴ്സ് ഒന്നും അല്ല. പക്ഷേ ഇറ്റ്സ് എ ചോയ്സ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പേരൻറ്റിങ് ഈസ് എ ചോയ്സ്. ഇഫ് യു റിയലി വോണ്ട് ടു ഡു ഇറ്റ്, ഉള്ളി ഡു ഇറ്റ്. അല്ലെങ്കിൽ ഡബിൾ ഇൻകം, നോ മണി, നോ കിഡ്സ് നല്ല കാര്യമാണ്. നോ കിഡ്സ് വിത്ത് ഉള്ളി കിഡ്സോ ഡോഗ്സോ അതൊക്കെ ഉണ്ട്, നല്ല കാര്യമല്ലേ. സിംഗിൾ വിത്ത് ഡബിൾ ഇൻകം, അത് മതി. നോ കിഡ്സ്, ഫൈൻ. If you want to get into this is a mess in a way or the other, because you are always responsible for what they do, what they don't do. Every time you're responsible, but അത് നമ്മൾ എടുക്കുന്ന പോലെയാണ്. തീർച്ചയായിട്ടും. അപ്പം അമൃത പറഞ്ഞ പോലെ നമ്മളായിട്ട് നമ്മളെ വിശ്വസിച്ച് ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നവരെ നോക്കാനുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ കയ്യിലാണ്. അപ്പം തീർച്ചയായിട്ടും ഏറ്റവും നല്ല മക്കളെ ഉണ്ടാക്കാനായിട്ട്, വാർത്തെടുക്കാനായിട്ട് നമ്മൾ പറയും വീട് നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ രാജ്യം നന്നായി. ഇപ്പോൾ വീടിൻ്റെ ഏറ്റവും ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള കുട്ടികളെ ഏറ്റവും ഭംഗിയായിട്ട് നോക്കാനുള്ള ആർജവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് അമൃത, ആൻഡ് ദാറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ് ആൻഡ് ടോക്കിംഗ് വിത്ത് യു. താങ്ക് യു സോ മച്ച്. സെയിം ഹിയർ.